ഒട്ടും സമയം കളയാതെ നമ്മുടെ ഈ പ്രകാശന ചടങ്ങ് നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് ഈ വേദിയിൽ ഫെഡറേഷൻ ഓഫ് മലയാളം ബുക്ക് പബ്ലിഷേഴ്സ്, കേരളത്തിലെ 50ഓളം സമാന്തര പ്രസാധകരുടെ ഒരു സംഘടനയാണ്. ആ സംഘടനയിൽപ്പെട്ട പ്രസാധകരുടെ പുസ്തകങ്ങളാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. 4 പുസ്തകങ്ങൾ ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നു. ഈ ചടങ്ങിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആദ്യമായി FMBPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അനിൽ വേഗയാണ് ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത്. ശ്രീ അനിൽ വേഗയെ വളരെ സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പുസ്തക പ്രകാശനത്തിന് ഇവിടെ എത്തിയിട്ടുള്ളത് വളരെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ്. അതിൽ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ സാറിൻ്റെ ഉൾക്കാഴ്ചകൾ എന്ന പുസ്തകവും ജോസഫ് ഓടക്കാലിയുടെ മച്ചകം വാഴുന്ന ദേവി എന്ന പുസ്തകവും പ്രകാശനം ചെയ്യുന്നത് ഏറ്റവും ആദരണീയനായ MG രാജമാണിക്യം IAS ആണ്. സാറിനെ വളരെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുരേഷ് ബാബു കാവാലം എഴുതിയ കനൽ തേടുന്ന കാവൽമാടങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ G നിശികാന്താണ്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെമ്പറാണ് അദ്ദേഹം. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ശ്രീ PT ജോസഫ് തായങ്കരി എഴുതിയ ഇടയന്മാർ വഴിതെറ്റുന്നു എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ശ്രീ MP സന്തോഷ് സാറാണ്. സന്തോഷ് സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പുസ്തകങ്ങൾ ഇവിടെ ഏറ്റുവാങ്ങുന്നവർ, സമയക്കുറവ് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ഏറ്റുവാങ്ങുന്നത് സംസ്കൃത സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം തലവ ഹെഡായിട്ടുള്ള ഡോക്ടർ പൂർണിമ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർ ആരാണ്? പൂർണിമ മാഡമാണ്. മാഡത്തിനെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു പുസ്തകത്തിൻ്റെ ഏറ്റുവാങ്ങൽ ചടങ്ങ് നിർവഹിക്കുന്നത് കേരള വനിതാ സാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി രവിത ഹരിദാസ് ആണ്. രവിത ഹരിദാസിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കനൽ തേടുന്ന കാവൽമാടങ്ങൾ എന്ന പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ ശരത് ഉമയനല്ലൂരാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ജോസഫ് തായങ്കരിയുടെ പുസ്തകം ഇടയന്മാർ വഴിതെറ്റുന്നു എന്ന നോവൽ ഏറ്റുവാങ്ങുന്നത് ശ്രീ ചാർവാകം നാഗേഷാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ബഹുമാന്യരായിട്ടുള്ള വ്യക്തികൾക്കും വളരെ സ്നേഹത്തോടു കൂടി FMBPയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ അനിൽ വേഗയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഫെഡറേഷൻ ഓഫ് കേരള ബുക്ക് പബ്ലിഷേഴ്സിൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് അധ്യക്ഷ പ്രസംഗമില്ല. ആദ്യം നമ്മുടെ പുസ്തക പ്രകാശനത്തിലേക്ക് തന്നെ പ്രവേശിക്കാം. നമ്മുടെ സാധാരണ നിലയ്ക്ക് ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പം എഴുത്തുകാർക്കൊന്നും പറയാൻ സമയം കിട്ടുകയില്ല. അപ്പോൾ അതൊന്ന് ഒഴിവാവണം. എല്ലാവരും സമയക്രമം ദയവായി പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുസ്തകങ്ങൾ പേര് വിളിക്കുന്നതനുസരിച്ച് സുരേഷ് ആ ലിസ്റ്റിങ് തരും, ഞാനങ്ങ് വായിച്ചേക്കാം. നമ്മുടെ പുസ്തക പ്രകാശനം, ആദ്യ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രിയങ്കരനായ MG രാജമാണിക്യം IAS ആണ്. അത് ഏറ്റുവാങ്ങുന്നത് TV ജയലക്ഷ്മിയുമാണ്. പുസ്തകം ഡോക്ടർ പൂർണിമ, ക്ഷമിക്കണം, ഡോക്ടർ പൂർണിമയാണ്. പുസ്തകത്തിൻ്റെ പേര് ഡോക്ടർ KH സുബ്രഹ്മണ്യൻ എഴുതിയ ഉൾക്കാഴ്ചകൾ എന്നുള്ളതാണ് പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാൻ രാജമാണിക്യം സാറിനോട്, ഇത് ഏറ്റുവാങ്ങുവാൻ പൂർണിമ മാഡത്തിനോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഈ കേരള ബുക്ക് പബ്ലിഷേഴ്സിൻ്റെ ഈ പുസ്തകം ബ്ലൂ ഇങ്ക് പബ്ലിഷേഴ്സാണ് അതിൻ്റെ പ്രസാധകർ. രണ്ടാമത്തെ ഇനിയുള്ള 3 പുസ്തകങ്ങളും എൻ്റെ പബ്ലിഷേഴ്സ് നമ്മുടെ ഈ സ്റ്റാളിൽ ഒരു പ്രസാധകനായിട്ടുള്ള AS പ്രസ് ബുക്കിലെ സുരേഷിൻ്റെ ആണ് 3 ബുക്കുകൾ ഇനിയും പ്രകാശിപ്പിക്കുന്നത്. അടുത്ത 3 ബുക്കുകൾ. രണ്ടാമത്തെ ബുക്ക് മച്ചകം വാഴുന്ന ദേവി എന്ന പുസ്തകമാണ്. അത് എഴുതിയിരിക്കുന്നത് ശ്രീ ജോസഫ് ഓടക്കാലിയാണ്. പ്രകാശനം ചെയ്യുന്നത് പ്രിയങ്കരനായ രാജമാണിക്യം സാറാണ്. ഏറ്റുവാങ്ങാൻ രവിത ഹരിദാസിനോടും അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്ത
പുസ്തകം കനൽ തേടുന്ന കാവൽ മാടങ്ങളാണ്. എഴുതിയത് പ്രിയങ്കരനായ സുരേഷ് ബാബു കാവാലമാണ്. അത് പ്രകാശനം ചെയ്യുന്നത് ജി നിശികാന്താണ്. ഏറ്റുവാങ്ങുന്നത് പ്രിയങ്കരനായ ശരത് ഉമയന്നൂരുവാണ്. നാലാമത്തെ പുസ്തകം ശ്രീ പി ടി ജോസഫ് തായങ്കരി എഴുതിയ ഇടയന്മാർ വഴിതെറ്റുന്ന പുസ്തകമാണ്. പ്രിയങ്കരനായ ശ്രീ എം ബി സന്തോഷ് അത് പ്രകാശനം ചെയ്യും. ഏറ്റുവാകുന്നത് ചാർവാകം നാഗേഷാണ്. നമുക്ക് ചെറിയ സമയമുള്ളൂ. ഗുരുവായൂരുള്ള കല്യാണത്തേക്കാൾ തിരക്കാണ് ഇവിടെ. അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ അടുത്ത ക്യൂ അതുപോലെ ക്യൂ ആണ്. അതുകൊണ്ട് ദയവായിട്ട് നമ്മൾ സമയം കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ആദ്യം പ്രിയങ്കരനായ രാജമാണിക്കർ സാർ സംസാരിക്കും, പിന്നീട് ജി പൂർണിമ, അതിനുശേഷം മറ്റ് വിശിഷ്ടാതിഥികളും സംസാരിക്കും. തുടർന്ന് നമ്മുടെ മറുപടികൾക്കായി 3 പേരും സംസാരിക്കും. അതുകൊണ്ട് സമയം ഇനി നമുക്ക് 21 മിനിറ്റ് 13 സെക്കൻഡ് ഉള്ളൂ. എല്ലാവരും സമയക്രമം പാലിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയങ്കരനായ രാജമാണിക്കർ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയാൻ ആഗ്രഹിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്ന കാര്യത്തെ ആദ്യം പറഞ്ഞു പോയി. ഗുരുവായൂർ കമ്മീഷണറും കൂടിയാണ്. ഗുരുവായൂരിലെ കല്യാണം നടത്തുമ്പോൾ വധുവരന്മാർ മാറിപ്പോവാറുണ്ട്. അപ്പോൾ അങ്ങേര് പുസ്തകം എടുത്ത് ആദ്യം ഏതാണ്ട് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ വേറെ ആരെങ്കിലും പ്രകാശനം ചെയ്തു പോകുമോന്ന്. അപ്പോൾ ആ സമയത്ത് ആലോചിച്ചതാണ് ഗുരുവായൂരുടെ കല്യാണത്തിന്. എന്തായാലും അപ്പോൾ സുബ്രഹ്മണ്യം മാഷ് വേറെ ആരുമല്ല, എൻ്റെ ബാച്ച്മേറ്റും IAS ഓഫീസറുമായ ഹരികിഷോറുടെ അച്ഛനാണ്. കണ്ണൂരാണ് അദ്ദേഹം. നമ്മൾ ഇന്ത്യ സംസ്കാരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകളാണ് ഈ ബുക്ക്. അത് പ്രകാശനം ചെയ്യണമെന്ന് പറഞ്ഞ് നിർദ്ദേശമല്ല ഡയറക്ഷനാണ് അച്ഛൻ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഓടി വന്ന് പ്രകാശനം ചെയ്യാൻ അവസരം കിട്ടി. നന്ദി. പ്രിയപ്പെട്ട പൂർണിമ മാഡം, ഏറ്റവും അർഹരായ പ്രകാശനം റിസീവ് ചെയ്ത ഏറ്റവും അർഹരായ ഒരാളാണ്. മോഹനൻ സാർ അവിടെ താഴെ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്തായാലും ഇതിൽ ഒരു കാര്യം മനസ്സിലായത് ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ, പുസ്തക പ്രകാശനത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വായനകൾ ഇന്ന് കുറഞ്ഞു പോയി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് വേദി കൂടുതലും സദസ്സ് കുറച്ചെന്നുള്ളതിൻ്റെ. അപ്പോൾ പ്രകാശനം ചെയ്യാൻ വന്ന ആൾക്കാരും എഴുതിയ ആൾക്കാരും ഏറ്റുവാങ്ങാനുള്ള ആൾക്കാരും മാത്രമാണ് കൂടുതലുള്ളത് കൊണ്ട് അത് കാലത്തിൻ്റെ ഒരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ എഴുത്തിലിരുന്ന് മാറി കമ്പ്യൂട്ടറും മറ്റതുമായിട്ട് വരുമ്പോൾ ആൾക്കാർ ഇതിനൊക്കെ അകണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും വായന ശീലം എന്നുള്ളത് ഞാൻ പറഞ്ഞ് ആർക്കും പറയേണ്ട കാര്യമല്ല. ഒരുപാട് ഇങ്ങനെ നല്ല നല്ല പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഉൾക്കാഴ്ചകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൊത്തം പഠിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ ഇത് എനിക്ക് മനസ്സിലായി. നമ്മൾ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയായിരുന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകളാണ്. എല്ലാവരും അത് വായിക്കണമെന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജി പൂർണിമ സംസാരിക്കും. വേദിയിലുള്ള സദസ്സിലുമുള്ള മാന്യമായ ഏവർക്കും എൻ്റെ നമസ്കാരം. H പൂർണിമയാണ് എൻ്റെ പേര്. തീർത്തും യാദൃച്ഛികമായിട്ടാണ് ഞാനിവിടെ ഈ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിലും എനിക്ക് ഗുരുതുല്യനായ ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ പ്രൊഫസർ KH സുബ്രഹ്മണ്യം സാറുടെ ഈ ഉൾക്കാഴ്ചകൾ ഏറ്റുവാങ്ങാൻ ഉള്ള ഈ അവസരത്തിനെ ഞാൻ വളരെ അധികം മാനിക്കുന്നു. വളരെ അതിയായ സന്തോഷമാണ് എനിക്കുള്ളത് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നതിൽ. സാറ് സുബ്രഹ്മണ്യം സാറ് ഒരു മികച്ച സംസ്കൃത അധ്യാപകനാണെന്ന് ഏവർക്കും അറിയാവുന്നതാണ്. അതിലുപരി അദ്ദേഹം ഒരു മികച്ച അഡ്മിനിസ്ട്രേറ്ററായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയിലെ മുൻ രജിസ്ട്രാറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല മേഖലകൾ, അനേകം അക്കാദമിക രംഗങ്ങളിലൊക്കെ അദ്ദേഹം സിൻഡിക്കേറ്റ് അംഗങ്ങൾ, പല യൂണിവേഴ്സിറ്റികളുടെ സിൻഡിക്കേറ്റ് അംഗമായിട്ടും വേറെ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ചെയർപേഴ്സൺ, അങ്ങനെ പല 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 ഉത്തരവാദിത്വങ്ങൾ വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോയ ഒരു അദ്ദേഹമാണ്, ഒരു ഗുരുനാഥനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഉൾക്കാഴ്ചകൾ എന്ന് പറയുമ്പോൾ അത് സംസ്കൃത വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ മാത്രമല്ല, ഏത് മേഖലയിലും പ്രവർത്തിക്കുന്ന ഏത് വ്യക്തിക്കും
ഇത് വായിച്ച് അദ്ദേഹത്തിൻ്റെ പല വർഷങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകൾ കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇൻസൈറ്റ്സോട് കൂടിയ പല ലേഖനങ്ങളുടെ സമാഹാരമാണ് ഈ ഉൾക്കാഴ്ചകൾ എന്ന ഈ പുസ്തകം എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ പലവിധം ടോപ്പിക്സിലാണ് ഈ പുസ്തകം സമാകലനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഏകദേശം ഒരു 30-40ഓളം ഒറ്റ നോട്ടത്തിൽ ഞാൻ കാണുമ്പോൾ അത്രയും ലേഖനങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു മുഖവുര എഴുതിയത് ബാലകൃഷ്ണൻ കൊയ്യാൻ അവർകളാണ്. ഒരു വളരെ വിസ്തൃതമായ ഒരു മുൻമൊഴി ഓഥർ തന്നെ എഴുതിയിട്ടുണ്ട്. പ്രൊഫസർ സുബ്രഹ്മണ്യം ഒരു മികച്ച അധ്യാപകൻ മാത്രമല്ല, വളരെ മികച്ച അഡ്മിനിസ്ട്രേറ്റർ, എഴുത്തുകാരൻ, പരിഭാഷകൻ കൂടിയാണ്. അദ്ദേഹം നേരത്തെ ഗ്രാൻവെൽ ഓസ്റ്റിനിൻ്റെ ഈ നമ്മുടെ ഡിബേറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് ഉണ്ടല്ലോ, അത് പോലും അത് സംസ്കൃതത്തിൽ അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലും സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും ഒരേ ഫെലിസിറ്റിയോടെ എഴുതുന്ന ഒരു വ്യക്തിത്വമാണ് സാറുടേത്. അപ്പോൾ ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ഓരോ മേഖലയിലും ഇരുന്ന് ഇദ്ദേഹം ഉത്തരവാദിത്തം ഏറ്റിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടും അക്കാഡമിക്കുമായിട്ടും ഉള്ള എല്ലാ രീതിയിലും ഉള്ള ഉൾക്കാഴ്ചകൾ ഈ പുസ്തകത്തിൽ ഇതിൽ ഒരു കവി എങ്ങനെയാണ്, ഒരു പരിഭാഷകൻ എങ്ങനെയാണ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എങ്ങനെയാണ്, അങ്ങനെ എല്ലാ രീതിയിലും, പിന്നെ പല വ്യക്തികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പല അനുഭവങ്ങളെ എല്ലാം ആകലനം ചെയ്തിട്ടുള്ള ഒരു സമഗ്രമായ ഒരു പുസ്തകം. ഇത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് വളരെ വളരെ ഉപകരിക്കുന്ന ഒരു പുസ്തകമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, കാരണം ഇവിടെ അധികമൊന്നും സംസാരിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഈ ഒരു പൊക്കിഷം എനിക്ക് കിട്ടിയതിൽ എൻ്റെ അതിയായ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ഇത് വായിക്കണം എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് ഇപ്പം സാറ് പോവാന്ന് പറഞ്ഞു. സാറ് നിന്നിരുന്നെങ്കിൽ നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാമായിരുന്നു. രവിത ഹരിദാസ് സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വേദിയിൽ പ്രകാശിതമായ മച്ചകം വാഴുന്ന ദേവി എന്ന കഥാസമാഹാരം ഏറ്റുവാങ്ങുകയാണ് ഉണ്ടായത്. ഇത് ജോസഫ് ഓടക്കാലി എന്ന പച്ചയായ മനുഷ്യൻ്റെ 10ാമത് കൃതിയാണ്. ആ മനുഷ്യൻ എന്ന വാക്കിനേറെ അർത്ഥതലങ്ങളുണ്ട്. താൻ ജീവിച്ചിരുന്ന ജീവിത പരിസരങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് സാമൂഹിക വിമർശനം എന്ന വലിയ ശബ്ദത്തെ ഉയർത്തി കാണിക്കുന്ന കഥകളാണ് അദ്ദേഹത്തിൻ്റെ ഓരോ രചനകളെയും വ്യത്യസ്തമാക്കുന്നത്. കഥയും കവിതയും നാടകവും നോവലുമെല്ലാം അദ്ദേഹത്തിൻ്റെ തൂലികയ്ക്ക് ഏറെ വ്യത്യസ്തമായ രീതിയിൽ വഴങ്ങുന്നുണ്ട് എന്നത് തന്നെയാണ് വർഷങ്ങളായി എഴുത്തുവഴികളിൽ വായനയിലൂടെ പരിചയപ്പെട്ട ജോസഫ് ഓടക്കാലിയെക്കുറിച്ച് പറയാനുള്ളത്. ഇന്ന് മച്ചകം വാഴുന്ന ദേവി എന്ന കഥാസമാഹാരത്തിൽ 10 കഥകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. സാമൂഹ്യ വിമർശനത്തിൻ്റെ കൂരമ്പുകളായി നമുക്ക് മുമ്പിലെത്തുന്ന ഈ കഥകൾ ഓരോന്നും ഹാസ്യാത്മകമായി നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒപ്പം തന്നെ ഇങ്ങനെയും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ശീർഷകങ്ങളും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളോട് സംവദിക്കുന്നത്. ആദ്യ രാത്രി വചനം എപ്പിസോഡുകൾ 1ഉം 2ഉം എന്നാണ് ആദ്യത്തെ കഥ തുടങ്ങുന്നത്. ഒന്ന് കൂവാമോ എന്ന കവിതയ്ക്ക് പിന്നിലെ ഒരു കഥ എന്നിങ്ങനെ വ്യത്യസ്തമായ ശീർഷകങ്ങളിലൂടെ കഥയുടെ വ്യത്യസ്തമായ പ്രപഞ്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ പ്രായമായ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ എഴുത്തിലെ പ്രായത്തെക്കാൾ ഉപരിയായി ഇന്നത്തെ പുതുകവിതയെയും പുതുകഥയെയും തിരഞ്ഞു പിടിച്ച് അതിൻ്റെ വ്യത്യസ്തതകളെ കൂടി തൻ്റെ കഥകളിലേക്ക് ആവാഹിക്കുന്ന മാന്ത്രികനായ ഒരു എഴുത്തുകാരൻ എന്നുകൂടി അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. മച്ചകം വാഴുന്ന ദേവി എന്ന 10ാമത് പുസ്തകത്തിലൂടെ നമ്മളുടെ എഴുത്തു ലോകത്തിലേക്ക് കടന്നു വരുന്ന ജോസഫ് ഓടക്കാലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം തന്നെ ഇനിയും നിരവധിയായ കഥകളും കവിതകളുമായി അദ്ദേഹം നമ്മളോടൊപ്പം ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തത് ശ്രീ ജി നിശികാന്താണ്.
വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എൻ്റെ പ്രിയ സുഹൃത്ത് കാവാലം സുരേഷ് ബാബുവിൻ്റെ കനൽ തേടുന്ന കാവൽ മാടങ്ങൾ എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ലഭിച്ച അവസരത്തിൽ വളരെയധികം സന്തോഷിക്കുന്നു. അദ്ദേഹം നിരവധി നാളുകളായി ഞാനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ നേരിൽ കാണുവാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങളിലൂടെ കടന്നു പോകാൻ സാധിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ ആ കൈയടക്കം, പ്രത്യേകിച്ച് ഒരു കുട്ടനാട്ടുകാരൻ എന്നുള്ള നിലയിൽ ആ മണ്ണിൻ്റെ മണമുള്ള ആ എഴുത്തിൻ്റെ ഒരു ഫീൽ നമ്മൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അദ്ദേഹം ആ കുട്ടനാട്ടിലെ വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ, നമുക്കെല്ലാവർക്കും അറിയാം, തകഴി മുതൽ ഇങ്ങോട്ട് കാവാലം, തകഴി, അതുപോലെ തന്നെ നെടുമുടി, ആ പ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന മഹാരഥന്മാരായിട്ടുള്ള എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യ നായകന്മാരും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ പ്രദേശത്ത് നിന്ന് വരുന്ന ആ വ്യക്തി, അദ്ദേഹം അവരിൽ കുറച്ചു പേരെക്കുറിച്ച് അദ്ദേഹം കൃത്യമായ ഒരു അവലോകനം നടത്തുകയും നമ്മളുടെ മുൻപിലേക്ക് അവരുടെ സംഭാവനകളെ നൽകുകയുമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ നമ്മളല്ല കൂടുതൽ സംസാരിക്കേണ്ടത്, എഴുത്തുകാരനാണ് കൂടുതൽ സംസാരിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് ഈ പുസ്തകം നമ്മൾ ആരും അറിയപ്പെടാതിരുന്ന പലരെക്കുറിച്ചുമുള്ള ഒരു വിവരം കൂടി തരുന്നുണ്ട്. കാട്ടുമുല്ലകളെ പോലെ ആരും അറിയാതെ എവിടെയോ വിടർന്ന് വാടി കൊഴിഞ്ഞു പോകുന്ന അതേപോലെയുള്ള ആളുകളുടെ സുഗന്ധത്തെ നമ്മളിലേക്ക് എത്തിക്കുവാൻ ഇത്തരം എഴുത്തുകൾ കൊണ്ട് സാധിക്കട്ടെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ആശംസയായി എൻ്റെ 4 വരി കവിത കൂടി നൽകുന്നു. കാട്ടുമുല്ല പൂച്ചിരിക്കുന്നു, കരളിൽ കാവളം കിളി പാട്ടുപാടുന്നു. കാട്ടുമുല്ല പൂച്ചിരിക്കുന്നു, കരളിൽ കാവളം കിളി പാട്ടുപാടുന്നു. പഴയൊരോർമ്മ നിലാവിലൂടെ പടുമരത്തിൻ കൊമ്പിലാരെ തിരയുമീരടി തൻ വിലാപ് തിരകൾ വീശിയടിക്കെ അരിയൊരു കാട്ടുമുല്ല പൂ ചിരിക്കുന്നു. എഴുത്തുകളിലൂടെ അനേകം കാട്ടുമുല്ലകൾ പുഞ്ചിരിക്കട്ടെ, അവയുടെ സുഗന്ധങ്ങൾ പുസ്തകം വഴി നമ്മളിലേക്ക് പടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്രീ കാവാലം സുരേഷ് ബാബു അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഇനിയും 9 മിനിറ്റും 6 പേരുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ദയവായി ക്ഷമിക്കണം, ഒരല്പമായിട്ട് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കണമെന്നറിയുന്നു. പ്രിയങ്കരനായ ശ്രീ ശരത് ഉമയന്നൂർ, ശ്രീ MP സന്തോഷ് സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖരായവരുൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രകാശനം ചെയ്ത ഇടയന്മാർ വഴിതെറ്റുന്നു എന്ന ശ്രീ PT ജോസഫ് തായങ്കരി എഴുതിയ പുസ്തകം അദ്ദേഹം എഴുതിയ 5ാമത്തെ പുസ്തകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 4 പുസ്തകങ്ങൾ ലേഖന സ്വഭാവത്തിലുള്ളതാണ്. ഈ ഇടയന്മാർ വഴിതെറ്റുന്നു എന്ന പുസ്തകം അതിൻ്റെ പ്രമേയത്തിലെ പ്രത്യേകതകൾ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ആ പേരിലുള്ളതുപോലെ തന്നെ മതം രാഷ്ട്രീയത്തിലും സമൂഹത്തിലും അതിൻ്റെ ദംഷ്ട്രകൾ കൂർത്തിറക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വളരെ വളരെ നല്ല രീതിയിൽ ചെറിയ ചെറിയ വാചകങ്ങളിൽ ശ്രീ PT ജോസഫ് തായങ്കരി എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരും വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ എഴുത്തുകാരെക്കാൾ കൂടുതൽ വായനക്കാരേക്കാൾ കൂടുതൽ എഴുത്തുകാരാണെന്ന് നമ്മുടെ ഈ നേരത്തെ പുസ്തക പ്രകാശനം ചെയ്ത രാജമാണിക്യ സാർ പറഞ്ഞു. പക്ഷേ ഈ നട്ടുച്ച എന്ന് പറയാവുന്നുള്ള ഉച്ചമയക്കത്തിൻ്റെ ഈ സമയത്തും അത്യാവശ്യം നല്ല തിരക്കുള്ള ഈ സമയത്ത് തീർച്ചയായിട്ടും പുസ്തകങ്ങൾ നല്ല രീതിയിൽ വായിക്കപ്പെടുന്നുണ്ട്. അതിന് ഏറ്റവും ഉദാഹരണം അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകമാണ്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഈ സീസണിൽ പ്രകാശനം ചെയ്ത അൻപോട് രാജമാണിക്യം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് 5ാം പതിപ്പാണ് ആയിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും പുസ്തകങ്ങൾ നല്ല രീതിയിൽ വായിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. അപ്പോൾ നല്ല പുസ്തകങ്ങൾ നല്ല രീതിയിൽ വായിക്കപ്പെടുന്നതിന് ഇത്തരം മേളകൾ സഹായമാകുന്നുണ്ട്, ഇത്തരം പ്രകാശനങ്ങൾ സഹായകമാകുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഇടയന്മാർ വഴിതെറ്റുന്നതും വായിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ചാർവാകം നാഗേഷ്. സുഹൃത്തുക്കളെ, ഇടയന്മാർ വഴിതെറ്റുന്നു എന്ന PT തോമസ് സാറിൻ്റെ പുസ്തകമാണ് ഏറ്റുവാങ്ങിയത്. ഇടയന്മാർ വഴിതെറ്റിയിട്ട് കുറേ കാലമായി. അതിനെ ഒരു നോവൽ സാഹിത്യത്തിലാണ്. ഇതിൻ്റെ കവർ ഡിസൈൻ തന്നെ നോക്കൂ, മതചിഹ്നങ്ങൾ കാണിച്ച് പേടിപ്പിക്കുന്ന കാലഘട്ടമാണ്.
അങ്ങനെ മതരാഷ്ട്രീയം കൈയടിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മത ആശയത്തെ വിമർശനാത്മകമായി ഒരു നോവൽ സാഹിത്യത്തിൽ കൊണ്ടുവരിക്കുന്ന സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് എല്ലാവരും വായിക്കണം. ചെറിയ പുസ്തകമാണ്. ഇതിൻ്റെ മുഖവില 200 ഇടയന്മാർ വഴിതെറ്റുന്നു എന്നാണ്. എല്ലാവർക്കും നന്ദി. ഡോക്ടർ കെ സുബ്രഹ്മണ്യം ഒഴിച്ച് ബാക്കി എല്ലാ എഴുത്തുകാരും വന്നിട്ടുണ്ട്. ജോസഫ് ഓടക്കാലി, സുരേഷ് ബാബു കാവാലം, PT ജോസഫ് തായങ്കരി. ശ്രീ ജോസഫ് ഓടക്കാലി ആദ്യ മറുപടി പ്രസംഗം. പ്രിയമുള്ളവർ, എൻ്റെ 10ാമത്തെ പുസ്തകം കഥാസമാഹാരമാണ് മച്ചകൻ ദേവി വാഴുന്ന ദേവി. ഇവിടെ ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെട്ടത്. ദേശാഭിമാനിയിലും കൗമുദിയിലും മറ്റ് ആനുകാലികങ്ങളിൽ വന്ന കഥകളാണ് എല്ലാം തന്നെ. ഞാനവിടെ ചെറുപ്പം മുതൽ എഴുതി തുടങ്ങിയതാണ്. ഇപ്പോഴാണ് കുറേ പുസ്തകങ്ങളെങ്കിലും ഇറക്കിയത്. ഇത്തരം ഒരു വേദിയിൽ പ്രകാശനം ചെയ്യുന്നത് ആദ്യമാണ്. 1-2 മന്ത്രിമാരൊക്കെ പ്രകാശനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര വിപുലമായ ഒരു പുസ്തകോത്സവത്തിൽ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടാൻ കഴിഞ്ഞതിൽ പ്രത്യേകിച്ച് പ്രസാധകരോടും എൻ്റെ പുസ്തകം ഏറ്റുവാങ്ങിയ രവിതയോടും സംഘാടകരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. വാക്കുകൾ അവസാനം. സുരേഷ് ബാബു കാവാലം. ബഹുമാന്യരെ, എൻ്റെ 2ാമത്തെ പുസ്തകമാണ് കനൽ തേടുന്ന കാവൽ മാടങ്ങൾ എന്നുള്ളത്. ഇത് എൻ്റെ ഒരു ചെറിയ ഗ്രാമം, കാവാലം എന്ന ഗ്രാമത്തിൽ ജീവിച്ച് മരിച്ച് ലോകമെമ്പാടും വളർന്നിട്ടുള്ള ചില വ്യക്തികൾ, ആ വ്യക്തികളും അവരോടൊപ്പം തന്നെ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന അറിയപ്പെടാതെ പോയ അല്ലെ അറിയേണ്ടതായിട്ടുള്ള കുറേ വ്യക്തികളുടെയും കൂടി ഒരു ജീവിതരേഖയാണ് ഞാൻ പുസ്തക രൂപത്തിൽ സമാഹരിച്ചിട്ടുള്ളത്. ഇവിടെ പ്രകാശനം ചെയ്യാനായിട്ട് അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഇത് പ്രകാശനം ചെയ്ത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കമ്മിറ്റി മെമ്പറായിട്ടുള്ള നിശികാന്ത് അവർകളാണ്. സ്വീകരിച്ചത് ശരത്, മെട്രോ വാർത്തയായിട്ട് ബന്ധപ്പെട്ട ശരത്താണ്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ശ്രീ PT ജോസഫ് തായങ്കരി. വേദിയിലും സദസ്സിലുമുള്ള അക്ഷരസ്നേഹികളെ, എൻ്റെ പുസ്തകത്തെപ്പറ്റി ഇവിടെ പുസ്തകം പ്രകാശനം ചെയ്ത ആളും ഏറ്റുവാങ്ങിയ ആളും സംസാരിച്ചു കഴിഞ്ഞു. കേരളം വളരുന്നു എന്ന് നമ്മളെല്ലാം സങ്കല്പിക്കുമ്പോൾ സാംസ്കാരികമായി നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സാംസ്കാരികമായി പുറകോട്ട് പോകുന്നു. നവോത്ഥാനത്തിൻ്റെ നന്മകളൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ സാംസ്കാരികമായി പുറകോട്ട് പോകുന്നുണ്ടോ എന്ന് എന്നെ കേൾക്കുന്ന, എൻ്റെ പുസ്തകം വായിക്കുന്ന എല്ലാവരും ചിന്തിക്കണം. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. കാരണം നരബലിയും മറ്റെല്ലാ അനാശാസ്യവും അന്ധവിശ്വാസവും എല്ലാം നമ്മുടെ നാട്ടിൽ അരങ്ങ് തകർക്കുകയാണ്. ഈ അരങ്ങ് തകർക്കുന്നതിനെതിരായിട്ടാണ് എൻ്റെ പ്രതികരണം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇനിയും മതവിശ്വാസികളായിട്ടും അന്ധവിശ്വാസികളായിട്ടും വളർത്തണോ എന്ന് ബന്ധപ്പെട്ടവരൊക്കെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു സന്ദേശമാണ് ഞാൻ ഈ പുസ്തകത്തിൽ കൂടി നൽകാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മുൻപ് ഉപസംഹരിച്ചിട്ടുള്ള പുസ്തകങ്ങളുമെല്ലാം ഈ തരത്തിലുള്ള വിമർശന പുസ്തകങ്ങളാണ്. എല്ലാവർക്കും അത് വായിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്തരം ഒരു വേദിയിൽ ഇത് പ്രകാശനം ചെയ്യാൻ അവസരം തന്ന ഇതിൻ്റെ സംഘാടകർക്കും എന്നെ ശ്രദ്ധിച്ചവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഫെഡറേഷൻ ഓഫ് മലയാളം ബുക്ക് പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് 50 പ്രസാധകരുടെ ഒരു കൂട്ടായ്മയാണ്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ പ്രസാധകരുടെ കൂട്ടായ്മയാണ്. സാധാരണ പ്രസാധകർ അങ്ങനെ കൂട്ടായ്മകളിലൊന്നും കൂടുന്നവരല്ല. എല്ലാം പ്രത്യേക ഓരോ ലോകത്ത് ജീവിക്കുന്നവരാണ് പ്രസാധകർ. അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് ഒരു സ്പേസ് കിട്ടും. കാരണം എല്ലാവർക്കും ഒരുപോലെ ഒരു മേളയിൽ പങ്കെടുക്കാനോ ഇതുപോലെ തന്നെ ഇതുള്ളതിൻ്റെ ഒരു ഭാഗമാകാനോ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചോളം നിയമസഭയുടെ ഒരു അകത്തളങ്ങളിൽ നടക്കുന്ന ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ പ്രസാധകരെ സംബന്ധിച്ചോളം ഒരു സ്വപ്നമാണ്. കാരണം വേറൊരു വേദിയിലും ഇതുപോലെ ഒരു പ്രകാശനമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ല. ആ കാര്യത്തിൽ ബഹുമാനായ സ്പീക്കറുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം മറ്റുള്ള ലിറ്റററി ഫെസ്റ്റിവലിലൊന്നും ചെറിയ സമാന്തര പ്രസാധകർക്ക് പ്രവേശനമോ അതിനൊന്നും ഇല്ല. അതിന് അപവാദമായിട്ട് മുമ്പ് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതി ഫെസ്റ്റിവലായിരുന്നു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ കൃതി ഫെസ്റ്റിവലായിരുന്നു. പിന്നീട് ഇതായി ഇവിടെ നിയമസഭ 4 സീസണിലായിട്ട് ഞങ്ങൾ പ്രസാധകരെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദി കിട്ടുന്നത് വളരെ അഭിമാനകരമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു കാര്യം കൂടെ പറയേണ്ടത്, സ്റ്റാൾ
നറുക്കെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ യാതൊരു വിവേചനവും ഇല്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു സംവിധാനമാണ് നിയമസഭയിലെ ഈ സംവിധാനം. അത് തുടരണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. നമ്മുടെ ഈ പുസ്തകം നമ്മുടെ ഫെഡറേഷൻ ഓഫ് കേരള മലയാളം ബുക്ക് പബ്ലിഷേഴ്സിൻ്റെ 73ാമത്തെ സ്റ്റാളിൽ ഈ പുസ്തകങ്ങളെല്ലാം ലഭ്യമാണ്. നിങ്ങൾ കഴിയുന്നവരായി സ്റ്റാൾ സന്ദർശിക്കുകയും ഈ പുസ്തകം വാങ്ങാനും ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും, ഇത് പ്രോട്ടോകോൾ ലംഘനമാണ്, അധ്യക്ഷൻ തന്നെ നന്ദി പറയുന്നത് ശരിക്കേടാണ്, പക്ഷേ സമയം ഒരു പ്രശ്നമാണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും, ഈ പുസ്തക പ്രകാശനം ചെയ്തവർ, അത് ഏറ്റുവാങ്ങിയവർ, ഞങ്ങളെ ശ്രമിക്കാനായിട്ട് ഞങ്ങൾ ആരും വിളിക്കാതെ തന്നെ ഇവിടെ വന്ന് ഈ വേദി നിറച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. എൻ്റെ പേഴ്സണലി പ്രിയപ്പെട്ട സുജ ടീച്ചറെയും ഈ സമയത്ത് ഓർക്കുന്നു. വളരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.